എല്ലാവർക്കും നമസ്കാരം. ഇനി നിങ്ങളുടെ മുന്നിലേക്കായി പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തുള്ള ആഴിമല മഹാദേവ ക്ഷേത്രമാണ്. ആദ്യമൊന്നും അത്രയേറെ പ്രശസ്തമായിരുന്നില്ല. എന്നാൽ തന്നെ ഒരു മഹാദേവൻ്റെ ഒരു വലിയൊരു രൂപം അവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വളരെയധികം തിരക്കും അതുപരി ആ ഒരു എനർജി ശരിക്കും അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഈ കടൽക്കരയിലായതുകൊണ്ട് ഭഗവാന്റെ ഒരു എനർജി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പോകാത്തൊരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോവുക, ദർശനം ചെയ്യുക. വളരെയധികം നല്ലൊരു എനർജി വേസ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ രൂപം എന്ന് പറയുന്നത് നമുക്ക് അവിടെ നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക. എത്രത്തോളം പറയാനും അല്ലെങ്കിൽ വിസ്മരിക്കാനും നമുക്ക് പറ്റുകയില്ല. അത്രയേറെ ഭംഗിയുണ്ട്. ഇതൊരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ശരിക്കൊരു രൂപം ഇരിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലുപരി അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഗുഹ ഉണ്ട് അവിടെ. ഗുഹയുടെ അകത്ത് നിരവധി രൂപങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങുന്ന അവിടെ ഫോൺ അലൗഡ് അല്ല. എന്നാൽ തന്നെയും നമുക്ക് ആ ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവിടുത്തെ ഒരു ചെറിയ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞു. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അവിടെ ടിക്കറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ കുറച്ച് സ്ഥലം മാത്രം നമുക്ക് വീഡിയോ അലൗഡാണ്, ഫോൺ അലൗഡാണ്. അങ്ങനെ ഒരു ഗുഹയിലേക്ക് ഇറങ്ങുന്ന ഒരു രംഗമാണ്. ശരിക്കും ഒരു ഗുഹ തുറന്ന് നമ്മൾ അകത്തേക്ക് പോകുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അകത്തേക്ക് ചെല്ലുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നു. AC ഉണ്ട്, അതുകൊണ്ട് തണുപ്പ് അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും നമുക്ക് നല്ലൊരു മൂഡ് ചേഞ്ച് അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉള്ളൂ. ബാക്കി ഫോൺ അലൗഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവിടെ പോകാത്തവർ എന്തായാലും പോകണം. എന്തായാലും പോയി ഒരു പ്രാവശ്യം മസ്റ്റ് വിസിറ്റാണ്. പോയി കാണുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം ശരവണ ഭവായ നമഃ.